അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ട്രക്കിങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കുറേ പ്ലാനുകളുണ്ട്. നമ്മൾ 300 രൂപയ്ക്ക് ഏകദേശം 3 മണിക്കൂർ യാത്ര വരുന്ന ആ ഒരു പ്ലാനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചിന്നാർ എത്താൻ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ നമ്മൾ ഇടുക്കി വഴി മൂന്നാർ, മറയൂർ, ചിന്നാർ അങ്ങനെ ആ റൂട്ടിലും വരാം. അല്ല പാലക്കാട് വഴി വരികയാണെങ്കിൽ പാലക്കാട്, പൊള്ളാച്ചി, ആനമല, ചിന്നാർ ഇതാണ് റൂട്ട് വരുന്നത്. പാലക്കാട് നമുക്ക് ഏകദേശം ഒരു 110 കിലോമീറ്ററും, മൂന്നാർ വഴി വരികയാണെങ്കിൽ മൂന്നാറിന് 50 കിലോമീറ്ററുമാണ് ചിന്നാറിലേക്കുള്ള ദൂരം. രാവിലെ ഒരു 7 മണി മുതൽ വൈകുന്നേരം ഒരു 2 മണി വരെയൊക്കെ അവിടെ ട്രക്കിങ്ങിന് അലൗഡ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ പോകാൻ. പോകുമ്പോൾ എന്തായാലും മറക്കാണ്ട് നമ്മൾ 2-3 ബോട്ടിൽ വെള്ളം കയ്യിൽ വയ്ക്കണം. അവിടെ വെള്ളം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ നടന്നവർ ഏകദേശം നമ്മൾ യാത്ര കഴിയാറാവുന്ന സമയത്താണ് ഒരു അരുവിയുള്ളത്. അവിടെ നമുക്ക് വെള്ളം കിട്ടുള്ളൂ, അതുവരെ വെള്ളമൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പോകുന്നവർ എന്തായാലും വെള്ളം കാണണം. പിന്നെ നമ്മൾ ആദ്യം ഇവർ കൊണ്ടുപോയത് ഒരു വാച്ച് ടവറാണ്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു വാച്ച് ടവർ തന്നെയാണത്. ആ കാണുന്ന കാട്ടിലൊരു മാന് നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ കൂടെ വന്ന ഗൈഡ് ബൈനോക്കുലർ കൊണ്ട് കാണിച്ചു തന്നാണ്. നമ്മൾക്കൊന്നും പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അറിയില്ല. അവർക്ക് പക്ഷേ പെട്ടെന്ന് കാടിൻ്റെ ഇവിടെ തന്നെ ഉള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയും. ക്യാമറയിലൊന്നും കാണില്ല. നമ്മളവിടെ നിന്ന് വീണ്ടും ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കാടിൻ്റെ ഉള്ളിൽ കൂടെ. അങ്ങനെ നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ഒരു ചെന്നായിനെ കണ്ടത്. അതിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേക്കും എല്ലാം ഓടി. അവസാനത്തെ ഒന്നാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിനെ കാണാൻ പറ്റും. രാവിലെ കുറച്ച് നേരത്തെ പോകണമായിരിക്കും നല്ലത്. പിന്നെ മഴയുള്ള സമയത്താണെങ്കിൽ കൂടുതൽ മൃഗങ്ങളെ കാണാനും പറ്റുന്നതാണ് ഗൈഡ് പറഞ്ഞത്. ഒരു 3500 രൂപേൻ്റെ ഒരു പാക്കേജ് ഉണ്ട്. അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞിട്ട് നമ്മളവിടെ പോവുകയാണെങ്കിൽ ഒരു 2 മണിക്ക് ശേഷമൊക്കെ പോവുകയാണെങ്കിൽ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ 6 കിലോമീറ്റർ നടത്തി കൊണ്ടുപോയിട്ട് അവിടെ വൈകിട്ടുള്ള ഭക്ഷണം, രാവിലത്തെ ഭക്ഷണം, റൂം, അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അത് കുറേയും കൂടി കാട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവിടെയാകുമ്പോൾ നമുക്ക് കൂടുതൽ മൃഗങ്ങളിലേക്ക് കാണാൻ പറ്റും. അങ്ങനെ നടന്നാണ് നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. മുകളിൽ നോക്കുമ്പോൾ ഇതാണ് ഒരു വ്യൂ എന്ന് പറയുന്നത്. ഫുള്ളും മലകളുടെ ചുറ്റിലും ഉള്ള ഒരു സ്ഥലം. അതിൻ്റെ അവിടെ ഏതോ ഒരു വാട്ടർഫാൾസിൻ്റെ ബസ്, അതൊരു KSRTC ബസ്സായിരുന്നു അത്. അതാണ് നമ്മൾ കയറി വന്ന റോഡ്. നമ്മളിപ്പോൾ വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സൈഡൊക്കെ നല്ല താഴ്ചയുള്ള സ്ഥലങ്ങളാണ്. ശ്രദ്ധിച്ച് നടന്നെങ്കിൽ അവിടെ വീഴാനൊക്കെ സാധ്യതയുണ്ട്.
ഇത് നമ്മുടെ കള്ളിമുൾ ചെടി പോലത്തെ ഒരു മരമാണ്. നമ്മളിവിടെയൊക്കെ നമ്മൾ ചെടി എന്നല്ലേ പറയുന്നത്, ഒരു വലിയൊരു മരമാണ്. കള്ളിമുൾ മരമായിരിക്കും കാട്ടിലുള്ളത്. ആ ഭാഗത്ത് എന്തോ കണ്ടിട്ടുണ്ട്, എന്താണെന്ന് നോക്കിയിട്ട് അതാ ഒരു കാട്ടുപോത്താണ്, വലിയൊരു കാട്ടുപോത്താണ് നമ്മൾ കണ്ടത്. അതാ ഓടിപ്പോയിട്ടുണ്ട്. ഇനി ആ സൈഡ് ഇറങ്ങി പോകുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് വരികയാണെങ്കിൽ ആനയൊക്കെ ഒരുപാട് അടുത്തുനിന്ന് കാണാൻ പറ്റുന്നതാണ് ഈ ഗൈഡ് പറഞ്ഞത്. അവരൊക്കെ സ്ഥിരമായിട്ട് ആനയെ കാണാറുണ്ട്. ഇന്നിപ്പോൾ അത്യാവശ്യം വെയിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒന്നിനും കാണാനില്ല. എന്നാലും ചെന്നൈനെയും കാട്ടുപോത്തിനെയും ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ബൈനോക്കുലറിൽ നോക്കിയിട്ട് ഒരൊറ്റ മൃഗത്തിൽ പോലും നമ്മൾ കണ്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും മല കയറ്റം കഴിഞ്ഞു, ഇനി അടുത്ത മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വന്ന വഴിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ഒരു വഴി കൂടെയാണ് നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മളങ്ങനെ നടന്ന് താഴെ എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഇത്ര നേരം കണ്ട ആ കാട്ടിൻ്റെ ആ ഒരു സെറ്റപ്പേ അല്ല, ഇത് വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെയുള്ള ആ ഒരു ഫീലാണ് നമുക്ക് ഈ താഴെ ഈ വെള്ളം ഒഴുകി വരുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്.
അങ്ങനെ നമ്മൾ ആ പോയിൻ്റെ അരികത്തൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന വെള്ളമായതുകൊണ്ട് നല്ല ശുദ്ധമായ തെളിഞ്ഞ വെള്ളമാണ്. അതുകൊണ്ട് മാലിന്യങ്ങളൊന്നും ചേരാത്തതുകൊണ്ട് നല്ല തണുപ്പും, കാണുമ്പോൾ തന്നെ നല്ലൊരു തിളമ്മിയുള്ള വെള്ളമാണത്. ഇപ്പോൾ ദേ ഓടിപ്പോയ ആ സാധനമാണ് ഹനുമാൻ കുരങ്ങ് എന്ന് പറയുന്നത്. ഇതാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഇടയ്ക്കൊന്ന് ചാടിപ്പോയിട്ട് പിന്നെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സാധനം. അങ്ങനെ നടന്നാണ് നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂറായിട്ട് നമ്മളിപ്പോൾ റോട്ടിൽ കയറും. എന്തായാലും 300 രൂപ കൊടുത്തിട്ട് കാട്ടിനുള്ളിൽ കൂടെ പോയാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുള്ള് കൊടുങ്കാട്ടിലൂടെ നമ്മൾ എന്തൊക്കെ മൃഗത്തിനെ കാണുന്നത് ഇങ്ങനെ പ്രതീക്ഷിച്ച് പോണൊരു അങ്ങനത്തെ ഒരു ഫീലാണ്. അപ്പോൾ വരാനുള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒന്ന് കാണുക, കാട്ടിൻ്റെ ഉള്ളിൽ നേരിട്ട് നടക്കുക.